ഹലോ ഗൈസ്, പുതിയൊരിടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ എഗ്രിമെന്റിലുള്ള താരം എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിനുവേണ്ടി സ്വീകരിക്കുന്ന ആ ഡേർട്ടി ഗെയിമും ആരോടാണെന്നുള്ള ബോധ്യം വേണം. കഴിഞ്ഞ 2 സീസണുകൾ നിങ്ങൾക്ക് വേണ്ടി 37 ഗോളുകൾ നേടി തോളോട് തോൾ ചേർന്ന് നിന്നവനാണ്. സിറ്റിയിൽ കളിച്ചിരുന്ന സമയത്ത് സിറ്റിയുടെ ട്രിപ്പിൾ ഐതിഹാസിക നേട്ടത്തിൽ ബ്രഹ്മാസ്ത്രമായി പ്രവർത്തിച്ചവനാണ്. സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ പൊന്നോമന പുത്രനാണ്. ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ടും വേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും നമ്മുടെ ഫാമിലി വലുതാക്കുന്ന കാര്യവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവനെ നോക്കി നീ ബാർസയിൽ പോകണ്ട, നീ ആർസനലിലേക്ക് പോയാൽ മതി എന്ന് പറയുന്ന നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താരമാണ്, അത് നിങ്ങളുടെ പൂർണ്ണ അധികാരം. എന്നാൽ സ്വന്തം ആരാധകർ വന്ദാ മെട്രോപൊളിറ്റനോയിലിട്ട് അവനെ അപമാനിക്കുമ്പോൾ, അവനെ പരിഹസിക്കുമ്പോൾ ഒന്നും പറയാനില്ലാതെ അവനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കി അയക്കാൻ നിങ്ങൾ തിടുക്കം കാട്ടിയെങ്കിൽ അവന് വേണ്ടി പെടുന്ന ഈ പെടാപ്പാടുകളെല്ലാം 5 പൈസയുടെ വിലയില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത വെറും പ്രവർത്തനങ്ങളാണ്. പ്രിയപ്പെട്ട അത്ലറ്റിക്കോ മാനേജ്മെന്റ്, അവൻ ഇതിലൊക്കെ തളർന്നു പോകുമെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ പരിശീലകനോടൊന്ന് ചോദിക്കണം. എന്നിട്ട് വന്ദാ മെട്രോപൊളിറ്റനോയിൽ വന്ന് പറ്റുമെങ്കിൽ ഒന്ന് പറയണം. അവൻ മറഡോണയുടെയും ബാറ്റിസ്റ്റൂട്ടയുടെയും പിന്തലമുറക്കാരനാണ്, മിഷയുടെ ഉറ്റ തോഴനാണ്. അങ്ങനെയൊന്നും തളർന്നു പോകുന്നവനല്ല അവൻ. ഇനി ഇത്രയെല്ലാം സഹിച്ചിട്ട് എന്താ പറയുക, അവിടെ നിൽക്കാതിരിക്കാൻ വേണ്ടി എന്ത് കടുത്ത തീരുമാനങ്ങൾ എടുത്താലും അതൊരിക്കലും കൂടിപ്പോകില്ല, അതൊരിക്കലും നെറുകേടാകില്ല. നിന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിനക്ക് നിൽക്കേണ്ട കാര്യമില്ല. കാരണം നീ മറഡോണയുടെ പേരക്കുട്ടി. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ എഴുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.